Hello friends, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ Moneyview ലോൺസ് നമ്മൾ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി Moneyview ലോൺസിനെ കുറിച്ച് അറിയേണ്ടിയിരിക്കും. നമുക്ക് ഓൺലൈനായിട്ട് സേഫ് ആയിട്ട് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വേണമെങ്കിൽ പറയാം. ഇത് ആക്ച്വലി RBI അപ്രൂവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ലോൺ എടുക്കാൻ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇത് RBI അപ്രൂവ് ആയിട്ടുള്ള ലോണോ അല്ലെങ്കിൽ NBFC ആണോ എന്നാണ്. ഇത് ആക്ച്വലി ഒരു ഓൺലൈൻ ഇത് RBI അപ്രൂവ് ആയിട്ടുള്ള NBFC തന്നെയാണ്. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ അവരുടെ Moneyview ലോൺസിൻ്റെ ആപ്പ് ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈസി അപ്ലൈ പ്രോസസ്സാണ്. ശരിക്കും 2 മിനിറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടോ. നിങ്ങൾക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിബിൽ സ്കോർ എത്ര വേണം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സ്കോർ എത്ര വേണം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും ഞാൻ പറയാം. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും ഞാൻ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിച്ചു തന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റെഫറൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ റേറ്റ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. എന്ന് വെച്ചാൽ റെഫറൽ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളവർക്ക് കിട്ടുന്ന ഒരു റെഫറൽ ലിങ്കാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വൺ കാർഡിൻ്റെ റെഫറൽ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ വൺ കാർഡിൻ്റെ വീഡിയോ ഇടുമ്പോൾ കൊടുക്കാറുണ്ട്. അതായത് എനിക്ക് ഓൾറെഡി വൺ കാർഡ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ റെഫറൽ ലിങ്ക് എന്ന് പറയുന്നത്. അത് അല്ലാണ്ട് ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി അപ്രൂവൽ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും റെഫറൽ ലിങ്ക് കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് നോക്കാൻ മറക്കാനായിട്ട്. നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോകട്ടെ. അപ്പോൾ Moneyview ലോൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൽ എത്ര നമുക്ക് കിട്ടുന്നുണ്ട്, എത്ര ലോൺസ് നമുക്ക് അവർ തരുന്നുണ്ട്, എത്ര ക്രെഡിറ്റ് സ്കോർ വേണം, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എന്തായാലും നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ്, ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട, എല്ലാത്തിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ പോകാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നമ്മുടെ Moneyview ലോണിനെ കുറിച്ച് അറിയാത്തവർക്ക് ഓൾറെഡി ഇതൊരു ഓൺലൈൻ എന്താ പറയുക പേഴ്സണൽ ലോണൊക്കെ തരുന്ന ഒരു ഓൺലൈൻ ആപ്പാണ്. നമുക്ക് വെബ്സൈറ്റ് കൊണ്ടുവരാം. അപ്പോൾ അവരുടെ അഡ്രസ്സാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓഫീസ് അഡ്രസ്സാണ് എന്ത് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. 4.6 ഒക്കെ ഗൂഗിൾ റേറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. Moneyview ലോൺ സേഫ് എന്നൊക്കെ കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി RBI അപ്രൂവ്ഡ് തന്നെയാണ്. ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Moneyviewയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എലിജിബിലിറ്റി 2 മിനിറ്റ് കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ലോൺ കൊടുക്കുന്നത് 5K തൊട്ട് 5 lakh വരുന്നുണ്ട് ഇൻ മിനിറ്റ്സിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്നെങ്കിൽ ആപ്പിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ നമ്മുടെ ലോൺ ടെനേഴ്സ് സെലക്ട് ചെയ്യലായിരിക്കും. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മാസം തൊട്ട് 5 കൊല്ലം വരെ നമുക്ക് കിട്ടും കേട്ടോ. അതാണ് നമുക്ക് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സിൽ വരുമ്പോൾ ഞാൻ അവിടെ കാണിച്ചു തരാം അവിടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുണ്ടെന്ന്. അതവിടെ ഉണ്ട്. നമുക്ക് പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ്, അഡ്രസ് പ്രൂഫ് വേണം. പിന്നെ നമുക്ക് ലാസ്റ്റ് 3 months സ്റ്റേറ്റ്മെൻറ്റ് ആയാലും മതിയിട്ടാണ്. പിന്നെ എൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് സാലറി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആണ്. മന്ത്ലി ഇൻകം നമുക്ക് 3500 മതി, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായാലും കിട്ടും. ബാങ്കിൽ റിസീവ് ആവുന്ന ടൈപ്പ് ഇൻകം ആയിരിക്കും. അതാണ് ഒരു മെയിനായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. സിബിൽ സ്കോർ നമുക്ക് 600 വേണ്ടു. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് 650 വേണ്ടു. ഏജ് ലിമിറ്റ് വരുന്നത് 21 to 57 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവരുടെ ഈ എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഒരു കുറേ ടൈപ്സ് ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവരുടെ എല്ലാം 100% ട്രാൻസ്പാരൻ്റ് ആണ്. നോ ഹിഡൻ ചാർജ്, നോ സർപ്രൈസ് ഒക്കെയാണ് അവർ പറയുന്നത്. ഞാൻ ആക്ച്വലി ഇത് ഒരു വട്ടം ഉപയോഗിച്ചിട്ടുണ്ടാവും. എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഇവരുടെ തന്നെ ക്രെഡിറ്റ് മോഡലാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാസിൽ ഫ്രീ 100% പേപ്പർലെസ് അപ്ലിക്കേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 months to 60 months വരെ നമുക്ക് EMI അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അവിടെ കുറേ റിവ്യൂ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് റിവ്യൂ EMI കാൽക്കുലേറ്റർ എന്ന സംഭവമുണ്ട്. ഇത്രയും ലോണുകൾ അവർ കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ ലോണ്, എഡ്യൂക്കേഷൻ ലോണ്, ബൈക്ക് ലോണ്, കാർ ലോണ്, ബിസിനസ് ലോണ്, ഹോം ലോണ്. ഇപ്പോൾ പേഴ്സണൽ ലോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമലി 16% ഒക്കെയാണ് ഇൻട്രസ്റ്റ് കിട്ടുക. പിന്നെ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ശരിക്കും ഫുള്ളി ബേസ്ഡ് അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ ഉണ്ട്. നല്ല സിബിൽ സ്കോറുള്ളവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് കിട്ടും. സിബിൽ സ്കോർ കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കിട്ടും. അങ്ങനെയാണ് ശരിക്കും സിബിൽ സ്കോറിൻ്റെ വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് കിട്ടാനോ ലോൺ പെട്ടെന്ന് അപ്രൂവ് ആവാനോ മാത്രമല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 5000 രൂപ നമുക്കിപ്പോൾ നമ്മൾ എടുത്തു വിചാരിക്കുക. ഇതിലിപ്പോൾ നമ്മളൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 16 വിചാരിക്കുക.
നമുക്ക് ടെന്യൂർ സെലക്ട് ചെയ്യുന്ന 6 മാസമാണ്. അപ്പോൾ നമുക്ക് മന്ത്ലി EMI വരുന്നത് 873 രൂപയാണ്. 17% ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് 236 രൂപ നമ്മൾ ടോട്ടൽ അടിച്ച് പോകുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് 536 രൂപ 52-36 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ EMI ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. എല്ലാ മാസം അങ്ങനെ പിടിക്കും. ഓപ്പണിംഗ് ബാലൻസ് ഇൻട്രസ്റ്റ് 67 രൂപയാണ് ഡെയിലി എല്ലാ മാസം വരിക. പ്രിൻസിപ്പൽ എമൗണ്ട് 800. അങ്ങനെ നമുക്ക് ഇത് പിടിച്ച് ഓട്ടോമാറ്റിക് ഇതെല്ലാം ഓട്ടോ ഡെബിറ്റിംഗ് ആണ് വരിക. അതുകൊണ്ട് നമ്മുടെ നാഷ് ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരും. അതായത് നമുക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നെറ്റ് ബാങ്കിങ് വഴി നാഷ് ഫോം അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് നാഷ് ഫോം വരുന്നത്. പിന്നെ ലോൺസിൻ്റെ കാര്യമായാലും ഇഷ്ടംപോലെ ലോണുകൾ എലിജിബിലിറ്റി ഡോക്യുമെൻറ്റ് ഹൗ ടു അപ്ലൈ എന്നൊക്കെ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവർക്ക് ഒന്നെങ്കിൽ അതുണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ കൂടെ ചെയ്യാം. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്ലെക്സിബിൾ ലോൺ എമൗണ്ടാണ്. അതുപോലെ തന്നെ 24 ഹവറിനുള്ളിൽ മാക്സിമം ഡിസ്പേഴ്സൽ ആവും. കൊളാട്രൽ ഫ്രീ ലോണാണ്. നിങ്ങൾക്ക് അറിയാം, കൊളാട്രൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് 1.33% പെർ മന്താണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്സ് ടു അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം അക്കോർഡിംഗ് ടു യുവർ പാൻ കാർഡ് അടിക്കുക, ഇൻകം അടിക്കുക, ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക, ലൊക്കേഷൻ അടിക്കുക, ഏരിയ കോഡ് അടിക്കുക, ജെൻഡർ അടിക്കുക, പർപ്പസ് ഓഫ് അവൈലിംഗ് ലോൺ കൊടുക്കുക, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, പാൻ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അപ്രൂവ് ആവുകയാണെങ്കിൽ ലോൺ പ്ലാൻ സെലക്ട് ചെയ്യാതെ ടെന്യൂർ സെലക്ട് ചെയ്യുക. പിന്നെ കംപ്ലീറ്റ് KYC ഇൻകം വെരിഫിക്കേഷനും ചെക്ക് ചെയ്യുക കേട്ടോ. അതായത് നിങ്ങളുടെ അപ്ലോഡ് ഓൾ ഡോക്യുമെൻറ്റ്സ് സച്ച് ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഇൻകം പ്രൂഫ് മോസ്റ്റ്ലി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്താലും മതി. പിന്നെ നിങ്ങൾക്ക് ഒരു സെൽഫി എടുക്കേണ്ടി വരും. പിന്നെ ഒരു പാൻ കാർഡിൻ്റെ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഒരു കോപ്പി. പിന്നെ ലോൺ അപ്രൂവൽ ആൻഡ് EMI ഡെബിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഇൻസ്റ്റൻ്റ്ലി അപ്രൂവ് ആവും. അപ്പോൾ നിങ്ങൾ EMI ഓട്ടോ ഡെബിറ്റ് അല്ലെങ്കിൽ നാഷ് മാൻഡേറ്റ് എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ്ലി അവർക്ക് EMI എടുക്കാനുള്ള ഒരു സംഭവമാണ് നാഷ് ഫോം എന്ന് പറയുന്നത്. പണ്ടൊക്കെ അത് എന്താ പറയുക ഓഫ്ലൈൻ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ നാഷ് ഫോം ചെയ്യാൻ പറ്റും. അത് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ്. അപ്പോൾ അത് കൊടുക്കണം. അത് നിങ്ങൾ ഇങ്ങനെ ഇത് ചോദിക്കും. നിങ്ങൾ നാഷ് ഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇത് ആക്ച്വലി നാഷ് ഫോം സൈൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, നാഷ് ഫോമിന് തന്നെ അല്ലേ നോക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഡിസ്പേഴ്സ് ആവട്ടെ. 1 ബിസിനസ് ഡേയ്സാണ് ഒരു മാക്സിമം പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അതാണ് അതിൻ്റെ പർപ്പസ് വരുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.